ഈ നിമിത്തം എന്ന് പറയുന്നത് അച്ചട്ടായ ഒരു സംഗതിയാ അല്ല ഭാർഗവി? എന്തോന്ന് ഈ നിമിത്തങ്ങളെ എന്ന് വെച്ചാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളിലെ ചില സൂചനകളെ. നല്ല നിമിത്തങ്ങളുണ്ട്, ദുർനിമിത്തങ്ങളും ഉണ്ട്. ആ പെണ്ണ്, ആ ദേവികയെ ഒരു ദുർനിമിത്ത. അവള് വന്ന് കേറിയതോടെ സാറിന് അപകടം പറ്റി. ഇപ്പൊ തപ്പി തടഞ്ഞ് നടക്കുന്നുണ്ടെങ്കിലും ഒരു വാക്ക് ഉരിയാടാൻ പറ്റുന്നുണ്ടോ? ഇന്നലെ പ്രഭമാടെ ആശുപത്രിയിലായി. എരണക്കേട് പിടിച്ച ഒരാള് വീട്ടിലുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പോക്കാ. സാറിന്റെയും പ്രഭമാടത്തിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്തിന് വീഴാൻ പോകുന്ന ആരാണോ എന്തോ. ഇതാണ് നിന്റെ വർത്താനെങ്കിൽ അടുത്ത് വീഴാൻ പോണ നിന്റെ വായിലെ പല്ലായിരിക്കും. ആ പിന്നെ എന്റെ കയ്യങ്ങ് മാങ്ങാ പറിക്കാൻ പോവില്ലേ? എടി ഭാർഗവി, വന്നു കയറുന്ന പെണ്ണ് രാശിയില്ലാത്തവളാണെങ്കിൽ വീട്ടുകാർ ഇതുപോലെ അപകടത്തിൽപ്പെടും. ആശുപത്രിയിലാകും, ധനനഷ്ടം വരും, അപമാനം ഉണ്ടാവും. അതങ്ങനെയാ. ആ പെണ്ണിനെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ എനിക്കും നിനക്കും ഒക്കെ ദോഷമാ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി നീ ദേവികമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ സത്യമായിട്ട് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കത്തില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയാ, ഈ വീടിന് എന്തൊക്കെയോ നാശം വരാൻ പോവുക. ആ പെണ്ണിന്റെ കാല് ഈ വീട്ടിൽ എടുത്തു വെച്ചതോടെ ഐശ്വര്യം വരാൻ പോവുക. എന്നെ പൊന്നച്ചോ, 100 ആയുസ. എന്റെ ദേവികമ്മയുടെ കാര്യം പറഞ്ഞു നാക്ക് വായിലോട്ടിട്ടില്ല. മോള് വീട്ടിൽ കാല് വെച്ചതോടെ വീട്ടിൽ ആകെ ഒരു വെളിച്ചം വന്നെന്ന് അല്ലേ ഭാർഗവി? ഇനി കുഞ്ഞാ ഈ വീടിന്റെ ഐശ്വര്യം. മോളുടെ പേരിലുണ്ട് ഒരു ഈശ്വരാംശം. ദേവി, മോളെന്തിനാ അടുക്കളയിലേക്ക് വന്നത്? എന്താ വേണ്ടത്? ഒരു കോഫി ഇടണം നന്ദുന്. കോഫിയോ? ഞാനിടാം. കൊള്ളാം. ഞാനിവിടെ ഉള്ളപ്പോ മോള് കോഫി ഇടാൻ പോകുന്നു. അതിനെ ഈ മീനാക്ഷി മരിക്കണം. ഞാനിടും കോഫി. വേണ്ട, ഞാനിട്ടോളാം കോഫി. വേണ്ട വേണ്ട വേണ്ട, ഞാനിട്ടോളാം കോഫി. എടി മീനാക്ഷി, നീ വെളി പോയി മീൻ വെട്ടിക്കരി. ഓടി അങ്ങോട്ട് പോകാൻ. മോള് ചെല്ല്, കോഫി ആന്റി ഇട്ടോണ്ട് വരാം. ചെല്ല്. എനിക്കറിയാം മോൾ ഇവിടുത്തെ സംസാരമൊക്കെ കേട്ട് കാണും. ആ മീനാക്ഷി തരം കണ്ട പോലെയൊക്കെ സംസാരിക്കും. മോള് അതൊന്നും കണക്കാക്കണ്ട. മോള് ചെല്ല്. ആന്റി, അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുക, എന്റെ ഐശ്വര്യക്കേട് കൊണ്ടാണോ ഇവിടെ ഓരോന്ന് സംഭവിക്കുന്നത്? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോളുടെ ഐശ്വര്യം ഇനി വരാൻ പോകുന്നില്ലേ ഉള്ളൂ. സിദ്ധാർത്ഥ സാറിന് ഇത്രയും മാറ്റം വന്നതുപോലും മോളുടെ ഒരാളുടെ മിടുക്കല്ലേ. ആ മീനാക്ഷി വലുതും പറഞ്ഞെന്ന് വെച്ച് മോളതൊന്നും കാര്യമാക്കി എടുക്കണ്ട. എന്തായാലും മോളെ കണ്ടപ്പോ അവള് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞില്ലേ. മോള് വന്നതോടുകൂടി വെളിച്ചം വന്നെന്ന്. അത് സത്യമായിട്ട് വരാൻ പോവുക. മോളിൽ കൂടി ആയിരിക്കും ഈ വീട്ടിൽ വലിയ വലിയ ഐശ്വര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. മോള് ചെല്ല്, കോഫി ഇട്ടോണ്ട് ഞാൻ വരാം. വേണ്ട ആന്റി, നന്ദുന് എന്റെ കൈ കൊണ്ട് കോഫി ഇടണം. അങ്ങനെയല്ലേ വേണ്ടത്? ആ പറഞ്ഞത് സത്യ. മോള് തന്നെ ഉണ്ടാക്കിയാ മതി. ചെല്ല്.